ഇനി മറ്റു വാർത്തകളിലേക്ക്. റാഗിംഗ് വിരുദ്ധ നിയമ പരിഷ്കരണത്തിനുള്ള കർമ്മസമിതി അടിയന്തരമായി രൂപീകരിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. കർമ്മസമിതിയുടെ കരട് രൂപം ഒരാഴ്ചക്കകം അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഹർജിയിൽ കക്ഷി ചേരാനുള്ള മറ്റു അപേക്ഷകൾ അംഗീകരിച്ചില്ല. സർക്കാർ രൂപീകരിക്കുന്ന കർമ്മസമിതിക്ക് മുന്നിൽ വിശദാംശങ്ങൾ നൽകാൻ അപേക്ഷകർക്ക് കോടതി നിർദ്ദേശം നൽകി. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, റാഗിംഗ് മൂലമുണ്ടാകുന്ന ക്രൂരകൃത്യങ്ങൾ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ. ഇന്നെന്തൊക്കെയാണ് കോടതിക്ക് സംഭവിച്ചത്? പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇതുപോലെ റാഗിംഗ് വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കേരള ചാപ്റ്ററാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഹൈക്കോടതി വിഷയത്തിൽ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയും ഇന്ന് അതിന്റെ രണ്ടാമത്തെ സിറ്റിംഗ് ആണ്. എന്തായാലും കഴിഞ്ഞ തവണ സർക്കാരിനോട് ഒരു പ്രത്യേക വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട ആളുകളെ അതിൽ ഉൾപ്പെടുത്താനും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അത് കംപ്ലൈന്റ് ചെയ്യാത്തത് കൊണ്ടാണ് അടിയന്തരമായി അക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം, അടിയന്തരമായി തന്നെ കർമ്മസമിതി രൂപീകരിക്കണം എന്നതുൾപ്പെടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറയുകയും ചെയ്തത്. ഒരാഴ്ചക്കകം ഈ കർമ്മസമിതിയുടെ കരട് രൂപം ഒരു ഡ്രാഫ്റ്റ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വെക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 ആഴ്ച സമയം വേണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. പക്ഷെ അത് അംഗീകരിച്ചില്ല. ഒരാഴ്ചക്കകം തന്നെ ആ ഡ്രാഫ്റ്റ് കോടതിക്ക് മുമ്പിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ ഹർജിയിൽ കക്ഷി ചേരാൻ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥന്റെ മാതാവ്, വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥന്റെ മാതാവ് MR ഷീബയും ഒക്കെ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷകൾ കോടതി പൂർണ്ണമായി അംഗീകരിച്ചില്ല. പകരം ഇപ്പോൾ ഈ കരട് സമിതി ഉണ്ടാക്കുന്നതിന് ശേഷം അതിനു മുമ്പിൽ അവർക്ക് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ ആ കരട് സമിതിക്ക് മുമ്പിൽ ബന്ധപ്പെട്ട അവർക്ക് നൽകാനുള്ള വിശദാംശങ്ങൾ നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. സൈഫുദ്ദീൻ. ശരി മുജ്തബ.